ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഇതിപ്പം 19th ഫ്ലോറിന്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. എപ്പിസോഡിന്റെ ആരംഭത്തിൽ നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ഹീറോന്റെ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ അവരുടെ ഫോണിലോട്ടൊരു നോട്ടിഫിക്കേഷൻ വരികയാണ്. അതായത് ഇനി 10 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ ഗെയിമിലേക്ക് കടക്കുമെന്നും പറഞ്ഞിട്ട്. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ലിഫ്റ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ലിഫ്റ്റിലാണെങ്കിൽ 19 എന്ന് പറയുന്ന ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സ്വിച്ചിൽ നിൽക്കുന്ന സമയം ആ ഡോർ ഓപ്പൺ ആവുകയാണ് കേട്ടോ. അങ്ങനെ ഹീറോയിൻ ആണെങ്കിൽ ആ ലിഫ്റ്റിന്റെ പുറത്തിറങ്ങി നോക്കുന്ന സമയം അതാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഹീറോ കൂടെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവരവിടെ നിൽക്കുന്ന സമയം ഈ ഹീറോ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ തുണീനെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കും. ആ തുണിയിൽ എന്തെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഹീറോയിൻ പറയും, അതായത് ആദ്യത്തെ എപ്പിസോഡിൽ ആ പപ്പറ്റ് മോൺസ്റ്റർ വന്നപ്പം ആദ്യം ഒരാളെ കുത്തിക്കൊന്നില്ലായിരുന്നു. അതായത് ഈ കഥയിൽ ഒരാൾ കണ്ണൊക്കെ ചുമന്ന് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നില്ലായിരുന്നോ. കെട്ടിടത്തിന്റെ ആ ടണലിൽ കൂടെ ആദ്യം ഓടിയ ആള്, അയാളെ കുറിച്ച് പറയാണ്. അങ്ങേരുടെ തുണിയാണെന്നാണ് ഈ ഹീറോയിൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ കൂട്ടുകാരി പെൺകുട്ടിയുടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാരും കൂടെ സംസാരിച്ച് ആ സ്ഥലത്തൂടെ നടന്നു പോവാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നമ്മുടെ തലയിൽ എന്തെങ്കിലും ചിപ്പ് വല്ലതും കാണുമോ, ഇനി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അവർ നമ്മൾ അറിയാതെ വെച്ചതായിരിക്കും എന്ന് ചോദിക്കും. എന്നാൽ ഈ ഹീറോ ആണെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും അഡ്മിറ്റ് ആയിട്ടില്ല കേട്ടോ. ഈ ബസ്സിൽ ആക്സിഡന്റ് ആയവർ മാത്രമേ അങ്ങനെ അഡ്മിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒരുപോലെ ചെയ്തൊരു കാര്യമാണ് ആ VR ഹെഡ്സെറ്റ് എടുത്ത് ഉപയോഗിച്ചത് കേട്ടോ. അതിനുശേഷമാണ് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു സ്വപ്ന ലോകത്ത് കൂടുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സൈഡിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അത് നമ്മുടെ അങ്കിളാണ് കേട്ടോ. എന്നാൽ ഈ അങ്കിളിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ അങ്കിളിന്റെ കാലിന് ഒരു മുടന്തുണ്ടായിരുന്നല്ലോ, ഷെൽഫ് വീണിട്ട്. ഇപ്രാവശ്യം അതില്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ ആ റൗഡി പയ്യനൂടെ വരുവാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരം പുതിയൊരു ക്യാരക്ടർ കൂടെ വരികയാണ്. അതാരായിരിക്കും? അതായത് ഫാൻ ബോയ് ആണ് കേട്ടോ. ഫാൻ ബോയും ആ VR ഹെഡ്സെറ്റ് ഉപയോഗിച്ചില്ലേ. പക്ഷെ ഈ ഫാൻ ബോയ് ആണെങ്കിൽ ഇവരുടെ മുമ്പിൽ വന്നിട്ട് ഇവർ ഗെയിം കളിക്കുന്ന കണക്ക് സംസാരിക്കുകയാണ്. ഈ ഫാൻ ബോയ് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ VR ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് മാത്രമാണ് ഗെയിമിനകത്ത് വന്നതെന്നാണ്. എന്നാൽ അത് അങ്ങനെ അല്ലെന്ന് ഇവൻ അറിയത്തില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഈ ഗെയിം സീരിയസ് ആയിട്ടൊന്നും അല്ല എടുക്കുന്നത്. ഇതേ നേരം അവിടെ ഒരു മണി അടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ അവരാണെങ്കിൽ എവിടെ നിന്നാണോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ അവർ നടന്നൊരു ബിൽഡിങ്ങിലോട്ടാണ് കേട്ടോ കയറി വരുന്നത്. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പിൽ കുറെ അധികം ശവപ്പെട്ടികളാണെങ്കിൽ ചങ്ങലയിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ അവരവിടെ പരിശോധിക്കുകയാണ് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. പക്ഷേ ഈ ഫാൻ ബോയ് ആണെങ്കിൽ വലിയ സീരിയസ് ആയിട്ടല്ല കേട്ടോ നിൽക്കുന്നത്. അതിലും ഇതിലൊക്കെ ചെന്ന് പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരാണെങ്കിൽ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ്. എന്നാൽ ഇവനാണെങ്കിൽ അതങ്ങോട്ട് തലയിൽ കയറുന്നില്ല. ഇവൻ ഗെയിമാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുമാത്രമല്ല ഇവൻ ഗെയിമിൽ പ്രോ പ്ലെയർ ആണെന്ന് അവരുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നുമുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അവിടെ തപ്പുന്ന നേരം ഈ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ഒരു കാര്യം കാണാണ്, എന്തോ ഒരു ഫിംഗർ പ്രിന്റ് വെക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ അവളാണെങ്കിൽ എല്ലാരെയും വിളിക്കുകയാണ്. അങ്ങനെ എല്ലാരും അങ്ങോട്ട് കൂടുന്ന നേരം ഒരു 7 ഫിംഗർ പ്രിന്റിനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ അവർ 6 പേരേ ഉള്ളൂ. അങ്ങനെ 6 പേരും കൂടെ ആ ഫിംഗർ പ്രിന്റിൽ കൈവയ്ക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഈ റൗഡി പയ്യനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിച്ചാണ് നിൽക്കുന്നത്. അവനൊന്ന് മടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാരും കൂടെ കൈവയ്ക്കുന്ന നേരം എന്തോ ഒരു യക്ഷി എന്നൊക്കെ പറയാം. ആ യക്ഷി ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ ശവപ്പെട്ടിയിലിട്ട് അടയ്ക്കണമെന്ന്. അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, പക്ഷെ പെട്ടെന്ന് വേണം. സൈഡിലൊരു തിരി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തിരി അണഞ്ഞു തീരണതിന് മുമ്പ് ചൂസ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് ആ യക്ഷി അവിടെ നിന്ന് മാഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റൗഡി പയ്യനാണെങ്കിൽ പറയാണ്, കൂട്ടത്തിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആള് വേണം ശവപ്പെട്ടിയിൽ കയറാൻ. അമ്മക്ക് ചൂസ് ചെയ്യാം, വോട്ട് ചെയ്യാന്ന് പറയും കൈ പൊക്കിയിട്ട്. അപ്പം അവൻ ഉദ്ദേശിക്കുന്ന ആരെയെന്ന് മനസ്സിലായല്ലോ. കൂട്ടത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ളത് ആ കൂട്ടുകാരി പെൺകുട്ടിയാണ് കേട്ടോ. അങ്ങനെ ഈ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് ഇരുട്ട് പേടിയാണ്, എന്നെ അതിനകത്തിട്ട് അടയ്ക്കല്ലേ എന്ന് പറയും. ഇതേ നേരം തന്നെ ആ തിരി ഉണ്ടല്ലോ അത് കത്തി തീരാറായി. അപ്പൊ പെട്ടെന്ന് തന്നെ സൈഡിൽ നിന്ന് ഒരു സോംബി ചാടി വരികയാണ്. അപ്പം വരുന്ന സമയത്ത് ഈ ഹീറോയിൻ ആണെങ്കിൽ ഈ കൂട്ടുകാരി പെൺകുട്ടീനെ പിടിച്ച് തള്ളിയിട്ട് ആ ശവപ്പെട്ടിയിൽ ഇടുകയാണ്. അങ്ങനെ ആ ശവപ്പെട്ടിയുടെ ഡോർ അടയാണ് കേട്ടോ. എന്നാലും ആ സോംബി വെറുതെ ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ. എല്ലാരെയും എങ്ങനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഈ കൂട്ടുകാരി പെൺകുട്ടിയാണെങ്കിൽ ആ ശവപ്പെട്ടിയിൽ കിടന്ന് കരയാണ്, എന്നെ തുറന്നു വിടണേ, എനിക്ക് ഇരുട്ട് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കരയാണ്. അത് മാത്രമല്ല അവളുടെ ഫ്ലാഷ് ബാക്ക് ഓർക്കാണ്. അതായത് കുറച്ച് ബുള്ളി പിള്ളേര് എവളെ ഒരു അലമാരക്കകത്തിട്ട് പൂട്ടി ഈ
ഇത് കണക്ക് പേടിപ്പിച്ചായിരുന്നു കേട്ടോ. അതിന്റെ ട്രോമ ഒന്നാമത് മാറിയിട്ടില്ലായിരുന്നു. ഇപ്പം എന്താ ഇതുകൂടായപ്പം പുള്ളിക്കാരിക്ക് എന്തോ പോലെ ആവാണ്. എന്നാലുണ്ടല്ലോ ആ ശവപ്പെട്ടിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ഇവരെല്ലാരും ഫേക്ക് ഫ്രണ്ടാണ്, നിന്നെ അവർക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശവപ്പെട്ടിന്ന് ശബ്ദം കേൾക്കുകയാണ്. അതായത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ ഒരു കമ്പിയും കൊണ്ട് ആ സോംബിനെ അടിക്കാൻ പോവാണ്. എന്നാൽ ആ സോംബിനെ അവിടെ കാണാനില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ സോംബി ആണെങ്കിൽ ഈ റൗഡി പയ്യന്റെ കഴുത്തിൽ കയറി വന്ന് പിടിക്കുകയാണ്. എന്നിട്ട് അവനെ ഞെരുക്കി കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു കമ്പി കൊണ്ടുവന്ന് ആ സോംബിയുടെ ബാക്കിലിട്ട് കുത്തുകയാണ്. എന്നാലും ഈ സോംബിക്കൊന്നും പറ്റുന്നില്ല. എന്നാലുണ്ടല്ലോ ഈ സോംബി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് ഹീറോനെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പെട്ടെന്നാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പിറകെ വന്നിട്ട് ഈ സോംബിയുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അങ്ങനെ ഈ സോംബി ആണെങ്കിൽ നമ്മുടെ ഹീറോയിന്റെ പിറകെ ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഓടിപ്പോകുന്ന നേരം ഈ അങ്കിളാണെങ്കിൽ പെട്ടെന്ന് ആ സോംബിയുടെ നേരെ ചാടി വീഴാണ്. എന്നിട്ട് തലക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണ്. ആ കുത്തില് ആ സോംബി ഫ്ലാറ്റ് ആവുകയാണ് കേട്ടോ. അപ്പം അവർക്ക് മനസ്സിലായി ഈ സോംബിനെ കൊല്ലണമെങ്കിൽ തലക്കിട്ട് ഉപദ്രവിക്കണമെന്ന്, എന്നാലേ ആ സോംബി ചാവത്തുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. ഇതേ നേരം മറ്റേ ആ ഫാൻ ബോയ് ഇല്ലേ, ആ ഫാൻ ബോയ് ആണെങ്കിൽ ഇവരുടെ അടുത്ത് വന്ന് പറയുകയാണ് ഇതിനെയൊക്കെ കൊല്ലാൻ ഭയങ്കര സിമ്പിളാണ്, ഇതൊരു ഗെയിം അല്ലേ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ കിടന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സൈഡിൽ നിന്ന് ശബ്ദം കേൾക്കുകയാണ് കേട്ടോ. അങ്ങനെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഇത് കണക്കത്തെ 2 സോംബി 2 ശവപ്പെട്ടിയിൽ നിന്ന് ഇറങ്ങി വരുവാണ് കേട്ടോ. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഒരു സോംബി ആണെങ്കിൽ ഈ ഹീറോയിനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ്. ഈ ഹീറോയിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് മാത്രമല്ല അവളെ എടുത്ത് പൊക്കുകയാണ് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട്. മറ്റേ സോംബിനെ ഈ ഹീറോയും അങ്കിളും കൂടെ ചേർന്ന് നോക്കുകയാണ്. അങ്ങനെ അവർ തോക്കുന്ന അവസ്ഥ വരെ എത്തുമ്പോഴാണെങ്കിൽ പുതിയൊരു ക്യാരക്ടർ, ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അവൾ അസാസീനാന്ന് തോന്നുന്നു, നമുക്ക് അസാസീൻ പെൺകുട്ടി എന്ന് പറയാം. ഇവള് വന്നിട്ടാണെങ്കിൽ ആ സോംബിനെ എല്ലാം കുത്തി കൊല്ലുകയാണ് വാള് വെച്ചിട്ട്. ഇതേ നേരം തന്നെ ഇത് കണ്ട നമ്മുടെ ഫാൻ ബോയ്ക്കാണെങ്കിൽ അവളോട് ക്രഷ് അടിക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ചെന്ന് അവളോട് പേര് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൂട്ടാരി പെൺകുട്ടിയാണ്. കൂട്ടാരി പെൺകുട്ടി ആ ശവപ്പെട്ടിയിൽ പേടിച്ചിരിക്കുകയാണ്, കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ വാതില് തുറക്കുകയാണ് കേട്ടോ ശവപ്പെട്ടിയുടെ. എന്നാലും ഈ പെൺകുട്ടി പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഹീറോയിൻ ആണെങ്കിൽ ആ കൂട്ടാരി പെൺകുട്ടിയുടെ അടുത്തോട്ട് പോവാണ്. എന്നാൽ ഈ കൂട്ടാരി പെൺകുട്ടിയുടെ കണ്ണിൽ ആ ഒരു ദേഷ്യം കാണാനുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഹീറോയിനും ഉണ്ട്. എന്നാൽ ഈ ഹീറോ ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് ഈ ഹീറോയിനെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്നാണെങ്കിൽ ഈ ഹീറോയിൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അങ്ങനെ ഈ ഹീറോ ആണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് കുറച്ച് വെള്ളമാണെങ്കിൽ ഈ ഹീറോയിന് കൊണ്ടുവരുന്ന നേരം ഈ ഹീറോയിൻ ആണെങ്കിൽ ഇന്നലെ കൊടുത്ത വെള്ളമില്ലേ അതെടുത്ത് കുടിക്കാൻ നിൽക്കുകയാണ്. ഇതിനർത്ഥം എന്താണ്, ഹീറോയിൻ ആണെങ്കിൽ ഹീറോയിനെ വിശ്വസിച്ച് തുടങ്ങി കേട്ടോ. ഇതേ നേരം അവരുടെ ഫോണിലോട്ടൊരു മെസ്സേജ് വരികയാണ്. അതായത് ആ VR ഹെഡ്സെറ്റിന്റെ കമ്പനിയാണ് TNG സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മെസ്സേജ് വരികയാണ്. അതായത് നിങ്ങൾ 20 മണിക്കൂർ ഗെയിം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ കൂട്ടാരി പെൺകുട്ടീനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ കൂട്ടാരി പെൺകുട്ടിക്ക് നമ്മുടെ ഹീറോയിനോടുള്ള വിശ്വാസം പോയി. ഇതേ നേരം തൊട്ട് സൈഡിൽ നിന്ന് മറ്റേ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടി എണീറ്റിട്ട് ഹീറോയിൻ വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പം ഈ കൂട്ടാരി പെൺകുട്ടി പറയും ഹീറോയിൻ വന്നില്ല എന്ന് പറയും. അത് മാത്രമല്ല ഈ ഷോർട്ട് ഹെയർ ചോദിക്കും മെസ്സേജ് അയച്ചില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് ഈ കൂട്ടാരി പെൺകുട്ടി പറയുന്നത് അതിനാവശ്യമില്ല എന്ന്. അങ്ങനെ അവള് വീണ്ടും കിടന്നുറങ്ങുന്ന നേരം ആ ഹോസ്പിറ്റലിലെ ഡോക്ടറില്ലേ അയാൾ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ടൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യനാണ് കേട്ടോ കാണിക്കുന്നത്. റൗഡി പയ്യനാണെങ്കിൽ ആ ബാത്റൂമിൽ ക്ലോസറ്റിൽ തല വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നേരെ ചെല്ലുന്നത് അമൂൽ പയ്യന്റെ അടുത്താണ്. എന്നിട്ട് അമൂൽ പയ്യനാണെങ്കിൽ കോമയിലല്ലേ അവന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അവന് പഴം എടുത്തു കൊടുക്കുന്നുണ്ട്, പാലെടുത്തു കൊടുക്കുന്നുണ്ട്. അവൻ എന്തറിയാനാ, അവൻ കോമയിൽ കിടക്കുകയല്ലേ. അങ്ങനെ മറ്റേ ഫാൻ ബോയെ കാണിക്കുകയാണ് കേട്ടോ. അവൻ VR ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അത് മാത്രമല്ല അവൻ മറ്റേ ആ പെൺകുട്ടീനെയാണ് സ്വപ്നം കാണുന്നത്. ആ അസാസീൻ പെൺകുട്ടിയില്ലേ ഇന്നലെ വന്ന് രക്ഷിച്ച് അവളെ കുറിച്ച് സ്വപ്നം കാണുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ റൗഡി പയ്യന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. അതായത് മറ്റേ ഹീറോയ്ക്കും ഹീറോയിനും ഒരു മെസ്സേജ് വന്നില്ലേ, ആ സെയിം മെസ്സേജ് തന്നെ നമ്മുടെ റൗഡി പയ്യന്റെ ഫോണിലോട്ടും വരികയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഹീറോയും ഹീറോയിനും ആണെങ്കിൽ തല സ്കാൻ ചെയ്യാൻ വന്നേക്കാണ്. ഇനി തലയ്ക്കകത്ത് വല്ല ചിപ്പ് വെച്ചിട്ടാണോ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നേക്കാണ്. അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഈ കൂട്ടാരി പെൺകുട്ടി വന്നു കേട്ടോ. പക്ഷേ ഈ കൂട്ടാരി പെൺകുട്ടി ഈ ഹീറോയിന്റെ അടുത്തോട്ട് വരുന്നില്ല. ഇതേ നേരം ആ ഡോക്ടർ ആണെങ്കിൽ കൂട്ടാരി പെൺകുട്ടിയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവരൊരു സ്ഥലത്ത് പോയിരുന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം ആ ഡോക്ടർ പറയുന്നുണ്ട് നിന്റെ കൂട്ടുകാരി നല്ല സ്ട്രോങ് ആണ്, എന്നാലും നീ നല്ല വീക്കാണ്, അപ്പം നീ നല്ല സ്ട്രോങ് ആവാൻ നോക്കണമെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഹീറോ ഇല്ലേ ഹീറോനെ പറ്റിയും പറയുന്നുണ്ട്. ഹീറോയിൻ നല്ല സ്ട്രോങ് ആണ്, അപ്പം ഹീറോയിനും ഹീറോയിൻ നല്ല മാച്ചാണ്, അതിൻ്റെ ഇടയിൽ നീ വീക്കായിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയും. ഡോക്ടറാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരി പെൺകുട്ടിക്ക് മനസ്സിലായി ഇനി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് മാത്രമേ മാർഗമുള്ളൂ. അങ്ങനെ ഈ എപ്പിസോഡ് തീരുകയാണ് കേട്ടോ.